അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നിപ്പം ഞാൻ വന്നിട്ടുള്ളത് കൊച്ചി മറൻവേടിലാട്ടോ. ഇപ്പോൾ ഇവിടെ വരാനുള്ള കാരണം ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയുടെ ഇനാഗ്രേഷൻ്റെ ഭാഗമായിട്ടാണ് കൊച്ചിയിലെത്തിയിട്ടുള്ളത്. എൻ്റെ മുന്നിൽ പോകുന്നവരൊക്കെയാണ് എൻ്റെ ഒപ്പമുള്ളവർ. പക്ഷെ ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ പാക്കേജ് പ്രഖ്യാപിക്കുമ്പോൾ ഒരു ക്രൂയിസ് കപ്പലിലാണ് ഞങ്ങൾ ഈ ഇനാഗ്രേഷൻ നടക്കുന്നത് എന്ന് കരുതി തെറ്റിദ്ധരിച്ചാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഇപ്പോൾ കാണുന്ന ഈ ഞങ്ങളുടെ മിനി ക്രൂയിസ് കപ്പലിൻ്റെ അല്ലെങ്കിൽ മിനി ക്രൂയിസ് ബോട്ടിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് പറ്റിയ ഒരു അമളിയാണ്. കാരണം സത്യത്തിൽ ഒരു ക്രൂയിസ് കപ്പലൊക്കെയാണെന്ന് കരുതിയിട്ടാണ് ഈ ഒന്നാമത് ഈ ഇനാഗ്രേഷനിൽ പങ്കെടുക്കാനുള്ള കാരണം. അപ്പോൾ ഈ ചെറിയ വിശേഷങ്ങളൊക്കെ കൊച്ചി കായലിൻ്റെ ഒരുപാട് വിശേഷങ്ങളുള്ളത് അതിമനോഹരമായ കാഴ്ചകളൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നേരെ നമുക്ക് ഈ കൊച്ചി കായലിലൂടെ 2 മണിക്കൂറുള്ള ഉല്ലാസയാത്രയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഗൈഡ്, സീനിയർ ഗൈഡ്, മിനാർ ക്രൂസിന്റെ സീനിയർ ഗൈഡും അതുപോലെ തന്നെ മുൻ CSF ജവാനുമായ രാധാകൃഷ്ണ സാറാണ്. അതിനു മുന്നേ 2-3 കാര്യങ്ങൾ നിങ്ങളെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഓർമ്മയിലേക്ക് കുട്ടികളെ എടുത്തിട്ട് ഒരുപാട് ആൾക്കാരെ കാണുന്നുണ്ട്. കുട്ടികളെ എടുത്തിട്ട് സൈഡിലൊക്കെ പോയി നിൽക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മളെ ഫ്രണ്ടിലൊക്കെ പോയി നിൽക്കുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ കരമാർഗമുള്ള യാത്രയല്ല, വെള്ളത്തിലൂടെയുള്ള യാത്രയാണ്. ഓക്കെ, അതുകൊണ്ട് ചെറിയ ചെറിയ കുട്ടികളെയൊക്കെ എടുത്തിട്ട് ഈ കസേരയുടെ മുകളിൽ കയറ്റി നിർത്തുന്ന പരിപാടി അതും കൂടെ ഉപേക്ഷിക്കുക. അതുപോലെ തന്നെ ഫോണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗമുള്ള സാധനമാണ്. ദയവേത് നിങ്ങൾ കാശൊക്കെ മുടക്കി ഇവിടെ വന്ന് 10-35,000 രൂപയുടെ ഫോണ് വെള്ളത്തിൽ കളയാനാണെങ്കിൽ ദയവേത് പുറത്തേക്ക് ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. സെൽഫി ഒക്കെ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടുത്തെ കൊച്ചി കായലിന് നിങ്ങളുടെ ഫോണ് വേണ്ട. കൊച്ചി കായലിന് നിങ്ങൾ സ്പോൺസർ ചെയ്യാതിരിക്കുക നിങ്ങളുടെ ഫോണ്. ഓക്കെ, ശരി. അപ്പോൾ ഒരു നല്ല കേടിയാണ് എല്ലാവരും കൂടെ. താങ്ക് യു. പ്ലീസ് വെൽക്കം മിസ്റ്റർ രാധാകൃഷ്ണൻ സാർ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം. सबको नमस्कार कर रहा है. कुछ लोग हिंदी भाषी हो, हिंदी में भी बात करूंगा, ठीक है? അപ്പോൾ നീണ്ട 2 മണിക്കൂർ സമയം നീളുന്ന ഒരു ഉല്ലാസയാത്രയാണ്, ഒരു അറബിക്കടലിലോട്ടുള്ള ഒരു യാത്രയാണ്. സീ മൗത്ത് ആണ് കാണുന്നത്. നമ്മൾ അവിടെ ചെല്ലും, പിന്നീട് അവിടെ നിന്ന് നമ്മൾ ഉള്ളിലേക്ക് പോകും. ठीक है? वो सी माउथ उधर से हम लोग आगे की तरफ जाएगा थोड़ी देर. ओके, എന്തെങ്കിലും പറഞ്ഞോ? ഓക്കെ, ഇപ്പോൾ ക്രൂസ് മൂവ് ആയത് കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്ന ഹൈക്കോടതി ജംഗ്ഷനിലെ മറൈൻ ഡ്രൈവ് എന്ന ഒരു ലൊക്കേഷനിലാണ് ക്रूज मूव आया था. ठीक है, ये मराइन ड्राइव एरिया है. ये ब्लैक ग्लास कवर्ड किया हुआ लोकेशन है ना. उसका आगे की तरफ एक रेड कलर स्क्वायर टाइप का जो बिल्डिंग देख रहे हैं ना, ये केरला हाई कोर्ट है. दिस इज केरला हाई कोर्ट, दिस वन. ओके, एंड दैट इज मराइन ड्राइव एरिया. 2.5 किलोमीटर दूरी पर है. ठीक है, और according to this location, many islands situated in this area. During this voyage, we cannot see all islands. We can see only 4-5 islands in this journey. Okay, behind you can see this is another island. This is a Mologad island, and this location is Bolgati. When we will come back, we can see Bolgati Palace. Bolgati Palace built by Dutch traders in 1744. ठीक है, हम लोग वापस आ जाएगा ना, इस तरफ से आ जाएगा. ठीक है, तब ബോൾഗാട്ടി പാലസ് देखेंगे हम लोग. ठीक है, ഇത് പ്രവേശിച്ചായിട്ട് കാണുന്ന മുളകാട് ദ്വീപാണ്. അപ്പൊ നമ്മൾ ഈ കൊച്ചിയുടെ ഒരു ലൊക്കേഷനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ കൊച്ചിയിൽ ധാരാളം ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണിത്. ചെറുതും വലുതുമായിട്ടുള്ളത്, അതേപോലെ ജനവാസം ഉള്ളതും ഇല്ലാത്തതുമായ ധാരാളം ദ്വീപുകളുണ്ട്. നമ്മളിങ്ങനെ യാത്ര ചെയ്ത് പോകുന്ന സമയത്ത് 3-4 ദ്വീപുകൾ മാത്രമേ നമുക്ക് ഈ യാത്രയിൽ കാണാൻ സാധിക്കത്തുള്ളൂ. അത് വല്ലാർപാടം ദ്വീപാണ്. അതേപോലെ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലാണ് കാണുന്നത്. യു കൻ സീ യുവർ റൈറ്റ് സൈഡ്, ദാറ്റ്സ് എ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ ആൻഡ് ദാറ്റ്സ് വൺ ഓഫ് ദ ഐലൻഡ്സ്. ഓക്കേ, ആൻഡ് ബിലോങ് at 7,000 and 8,000 people and this Wellington Island. അതേപോലെ അതിന് പുറകുവശമായിട്ട് വൈപ്പിൻ ഐലൻഡ് ആണ് കാണുന്നത്. വൈപ്പിൻ ഐലൻഡ് നമ്മൾ കുറച്ചുകൂടി മുൻവശത്ത് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതെല്ലാം അടുത്ത് കാണാൻ സാധിക്കും. അതുപോലെ ഇവിടെ 3 പാലങ്ങളുണ്ട്. ഇത് മഴവില്ലിന്റെ ആകൃതിയിലായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു പാലമാണ്. അത് കണ്ടോ, റെയിൻബോ ബ്രിഡ്ജ്. ഇതിനടിയിലൂടെ കനാൽ കണക്ട് ചെയ്തിരിക്കുന്നത് എറണാകുളം മാർക്കറ്റിലേക്കാണ്. നമ്മൾ ബൈ
എന്താ പറയുന്നത്, ചെറിയ ചെറിയ തോണികൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ എത്തിപ്പെടാൻ സാധിക്കും. ठीक है, इसके ये किनारे पे 3 छोटा-छोटा ब्रिजेस है. ठीक है, ഒരു കെട്ടുവെള്ളത്തിന്റെ ആകൃതിയിലായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു പാലം, മഴവില്ലിന്റെ ആകൃതിയിലുള്ള ഒരു പാലം, കുറച്ചുകൂടി മുൻവയസ്സ് ചെന്ന് കഴിഞ്ഞാൽ ചീനവലയുടെ ആകൃതിയിലുള്ള ഒരു പാലം. അങ്ങനെ ഈ മറൈൻ മ്യൂസിക് വാക്വേയിലെ 3 പാലങ്ങളാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. അതുപോലെ നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ദേശീയ ജലപാതയിലൂടെയാണ്. ഇവിടുത്തെ ആഴം വരുന്നത് 6 മീറ്റർ ആണ് ഈ ലൊക്കേഷനിലായിട്ട് വരുന്ന ഡെപ്ത് എന്ന് പറയുന്നത്. ഇത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ കോട്ടപ്പുറം എന്ന സ്ഥലത്ത് നിന്ന് ആരംഭിച്ചിട്ട് പിന്നീട് ചെന്ന് അവസാനിക്കുന്നത് ഇത് കൊല്ലത്താണ്. 205 കിലോമീറ്റർ നീളത്തിലായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ്. അതിന്റെ ഇൻഡിക്കേഷൻ ഫ്ലോട്ടുകളാണ് ഈ കണ്ടുവരുന്നത്. ഗ്രീൻ കളറിലും അതേപോലെ റെഡ് കളറിലായിട്ട് കാണിക്കുന്നത്. ഓക്കെ, and this is, you can see here another island. This is Wellington Island. This island have a speciality. I'm asking a question also. What is the speciality of Wellington Island? ആരെങ്കിലും പറയാം, എന്താണ് വെല്ലിംഗ്ടൺ ഐലൻഡിന്റെ ഒരു സ്പെഷ്യാലിറ്റി? Anyone? ആരാ പറയുന്നത്? കറക്റ്റ് ആൻസർ, നല്ലൊരു കയ്യടി. This is the man-made island. Okay, മനുഷ്യനിർമ്മിതമായ ദ്വീപ് എന്നുള്ളതാണ് ഈ കാണുന്ന വെല്ലിംഗ്ടൺ ഐലൻഡിന്റെ ഒരു പ്രത്യേകത. അതേപോലെ ഇവിടെ ചെറിയ ചെറിയ തുരുത്തുകളെല്ലാം കാണും, ആർട്ടിഫിഷ്യൽ ആയിട്ട് നിർമ്മിച്ചിട്ടിരിക്കുന്നതാണ്. आर्टिफिशियल में बनाया हुआ है पूरा जितना भी, क्योंकि उसको बचाना के लिए मतलब इसका साइड में है ना, इसका जो पाइपलाइंस देख रहे हैं, इसका साइड में जो शिप चैनल है, उधर का डेप्थ जो 16.5 मीटर उधर का डेप्थ. तो अभी ये बारिश का टाइम में इस नदी से जितना भी कीचड़ मिट्टी वगैरह बह के आ जाता है ना, पूरे उधर आके गिरना चाहिए ना, गिर के फिर उसका डेप्थ कम होने की चांसेस है, डेप्थ कम होने की, इसलिए कंट्रोल करने के लिए इसको बनाया हुआ है. और दूसरी बात, ये पाइपलाइंस है ना, ये COT के एक लोकेशन है, കൊച്ചിൻ ഓയിൽ ടെർമിനൽ. ഇവിടെ ക്രൂഡ് ഷിപ്പുകളാണ് വന്ന് ആങ്കർ ചെയ്യുന്നത്. പിന്നീട് ഇവിടെ ഈ പൈപ്പ് ലൈൻസ് കണക്ട് ചെയ്ത് പോയിരിക്കുന്നത് അമ്പലമുകൾ എന്ന സ്ഥലത്തെ ഓയിൽ റിഫൈനറിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള പൈപ്പ് ലൈൻസ് ആണത്. അപ്പൊ ഈ ക്രൂഡ് ഓയിലൊക്കെ ഇവിടുന്ന് പമ്പ് ചെയ്യും, പിന്നീട് അതിന്റെ റിഫൈൻ പ്രോസസ് വഴി ഡീസലായും പെട്രോളൊക്കെ ഇവിടെ വരും. പിന്നീട് ഇവിടെ നിന്ന് ത്രൂ ഔട്ട് ഇന്ത്യയിലും അതേപോലെ വിദേശ രാജ്യങ്ങളിലോട്ടൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു ലൊക്കേഷനാണ്. COT പോലത്തെ ലൊക്കേഷൻ इधर जितना भी क्रूड शिप आके आंदर करेगा, फिर इधर से जो है ऑयल रिफाइनरी में भेजेगा. 26 किलोमीटर दूरी पर है. उसके बाद इधर आएगा आफ्टर प्रोसेस मतलब डीजल पेट्रोल वगैरह, फिर इधर से जो है बाहर कंट्री में और थ्रू आउट ഇന്ത്യ में വരെ भेजा है. അതുപോലെ ഇത് മേനക എന്നൊരു സ്ഥലമാണിത്. ഇവിടെ ഓടുന്ന ബസ്സുകളെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മേനക വഴി അല്ലെങ്കിൽ പത്മ വഴി എന്നൊക്കെ ബോർഡ് വെച്ചിട്ടുള്ള ബസ്സുകളൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ട് സർവീസ് നടത്തുന്നത്. എത്തിപ്പെടേണ്ടത്, നിങ്ങൾ ഈ സിറ്റിക്കകത്ത് വന്നു കഴിഞ്ഞിട്ട് എത്തിപ്പെടേണ്ടത് ഈ കാണുന്ന ഈ മേനക അല്ലെങ്കിൽ ഹൈക്കോർട്ട് ജംഗ്ഷനിലൊക്കെ ആണെങ്കിൽ കയറേണ്ട ബസ് എപ്പോഴും മേനക വഴി എന്ന ബോർഡ് വെച്ചിട്ടുള്ള ബസ്സിലായിരിക്കണം, എങ്കിൽ മാത്രമേ പ്രോപ്പർ ആയിട്ട് ഇവിടെ എത്തിപ്പെടാൻ സാധിക്കത്തുള്ളൂ. കുറച്ച് ആളുകൾക്ക് ഇത് അറിയത്തില്ല. അവർ ഏതെങ്കിലുമൊക്കെ ബസ്സിൽ കയറും, കയറിയ ബസ് പത്മ വഴിയാണെങ്കിൽ ആ ബസ് ഈ ലൊക്കേഷനിൽ വരത്തില്ല, 2 കിലോമീറ്റർ പുറകുവശത്തായിരിക്കും വന്ന് എത്തുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ ഇതൊരു എന്റർടൈൻമെന്റ് പ്രോഗ്രാം കൂടിയാണ്. ഇതിൽ മെന്റലിസ്റ്റ് ഉണ്ട്, അതേപോലെ മെജിഷ്യൻ പ്രസന്റ് ആണ്, ഗായകരുണ്ട്, പാട്ട് പാടുന്നത് കേട്ട് അപ്പൊ എല്ലാവരും കൂടി എന്താ പറയുന്നത് ഒരു ഉല്ലാസയാത്ര. പക്ഷേ ഇത്ര സമയമായിട്ട് ആരുടെ മുഖത്തൊരു ഉല്ലാസം ഞാൻ കണ്ടിട്ടില്ല. എന്താണെന്ന് അറിയത്തില്ല, ഇനി എന്നെ കണ്ടിട്ടാണെന്നൊരു സംശയമുണ്ട്. എല്ലാ ട്രിപ്പുകളിലും പറയാനുള്ള ഒരു കാര്യം, എന്നെ കാണുമ്പോൾ തന്നെ പകുതി ഉല്ലാസം അങ്ങോട്ട് പോകും. അതെന്താണെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഞാൻ എന്നോട് തന്നെ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. വീട്ടിൽ ചെന്നിട്ട് കണ്ണാടിയുടെ മുമ്പിൽ നോക്കും, അപ്പൊ തന്നെ പകുതി ശരിയാണ്, എന്നെ കണ്ടപ്പോൾ തന്നെ പകുതി ഉല്ലാസം പോയി. പക്ഷെ അങ്ങനെ പാടില്ല, നമുക്ക് എല്ലാവരും കൂടി ചേർന്ന് അടിച്ചു കൊടുക്കാം. വി ക്യാൻ സെലിബ്രേറ്റ് ടുഗദർ. ആർ യു റെഡി? ഓക്കെ, താങ്ക് യു. ഒച്ച പോരല്ല, ഒന്നുകൂടി പറയാം. ആർ യു റെഡി? ഓക്കെ. 5, 3, 8, 3, 15 ഞങ്ങളുടെ ഒരു മെജിഷ്യൻ പുള്ളി പറഞ്ഞു. ഇപ്പോഴും 17 പേര് ഒന്നിച്ച് പറഞ്ഞില്ല. കുഴപ്പമില്ല, അതിന് അടുത്ത് വരുന്ന ആളുകൾ പറയും. ഓക്കെ, നമുക്കിനി കാണുന്ന ദൃശ്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വീണ്ടും വിവരിച്ചു തരാം. കൊച്ചിൻ ഷിപ്പ്യാർഡാണ് കാണുന്നത്. INS വിക്രാന്ത് നിർമ്മിച്ചത് അവിടെയാണ്. അതേപോലെ അതിന് എതിർവശത്തായിട്ട് നേവൽ ബേസ് ആണ്, സദേൺ നേവൽ കമാൻഡ്. INS വിക്രാന്ത് ഉദരി ബനായതാ जो सामने കൊച്ചിൻ ഷിപ്പ്യാർഡ്. ठीक है, और यू कैन सी अनदर लोकेशन दैट इज नेवल बेस सदेन कमांड, सदेन नेवी कमांड इधर इस लोकेशन पे. ओके, अभी हम लोग जो शिप चैनल के अंदर घुस गया है. ठीक है, इधर का डेप्थ में पहले बोला 16.5 मीटर है. एंड मेनी क्या बोलता है dolphins rotating this area. I am not sure, sometime you can see. Okay,
ആൻഡ് നമുക്കിപ്പോൾ ഒരു പാട്ട് കേട്ട് പോയാലോ? ആരോ റെഡി? ഒരു പാട്ട് കേട്ടാലോ? ഓക്കെ, അപ്പോൾ നല്ലൊരു കയ്യടി കൊടുത്തോണ്ട് എന്നെ നിങ്ങളെ പരിചയപ്പെടുത്തിയ റെനീഷ്, അദ്ദേഹം മിനറുടെ ഗായകനും അതേപോലെ നോട്ട് ഓൺലി ഹീസ് എ സിംഗർ, ഹീസ് ഓൾസോ എ മിമിക്രി ആർട്ടിസ്റ്റ്. വൺ മാൻ ഷോ ഒക്കെ അവതരിപ്പിക്കാറുള്ള ധാരാളം പ്രോഗ്രാമുകളൊക്കെ നിങ്ങൾ കണ്ടു കാണും. ആളെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഫ്ലവേഴ്സ് ചാനലിലൊക്കെ അത് ധാരാളം പ്രോഗ്രാമുകളിൽ, അതേപോലെ എന്താ പറയുന്നത്, യൂട്യൂബിലൊക്കെ അദ്ദേഹത്തിന്റെ പ്രോഗ്രാം ഉണ്ട്. അപ്പൊ നല്ലൊരു കയ്യടി കൊടുത്തോണ്ട് നമുക്ക് ആ വേദിയിലോട്ട് സ്വാഗതം ചെയ്യാൻ മിസ്റ്റർ റെനീഷ് കൊച്ചി, പ്ലീസ് കം. അതേപോലെ ഈ विक्रांत जैसा बड़ा बड़ा जहाज बनाया हुआ लोकेशन का ऑपोजिट साइड में नेवल बेस है. दिस इज सदर्न नेवल कमांड. അതുപോലെ 1936 ബ്രിട്ടീഷുകാരുടെ ഒരു പാലം നിർമ്മിച്ചിട്ടുണ്ട്. വെണ്ടൂർത്തിൽ നിന്നൊരു പാലം ആദ്യം കാണുന്നതിൽ ഒരു പ്രവേശമാണ് ദേവരയെയും അതേപോലെ മട്ടാഞ്ചേരിയെയും കാണുന്ന വെല്ലിംഗ്ടൺ ഐലൻഡിനെ കണക്ട് ചെയ്യുന്ന ഒരു പാലം. മറ്റൊരു പാലം ഇതേപോലെ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. ഈ കാണുന്ന വെല്ലിംഗ്ടൺ ഐലൻഡിനെയും അതേപോലെ മട്ടാഞ്ചേരിയും കണക്ട് ചെയ്യുന്നത്. 1936 ഇവിടെ ആദ്യമായിട്ട് ഒരു ഷിപ്പ് അടുത്തത്. നെടുമ്പാശ്ശേരിയിലെ കൊച്ചിൻ എയർപോർട്ട് വരുന്നതിന് മുമ്പായിട്ട് കൊച്ചിൻ എയർപോർട്ട് ആദ്യം സ്ഥിതി ചെയ്തിരുന്നതും ഈ കാണുന്ന വെല്ലിംഗ്ടൺ ഐലൻഡിലായിരുന്നു. ഓക്കെ, താങ്ക് യു. ചുറ്റിട്ടും കാർമേഘച്ചെപ്പിൽ തൊട്ട് മഷികണ്ണിൽ എഴുതിയിട്ടും നീരാഴിക്കാറ്റും കൊണ്ട് നിന്നീടും പെണ്ണാതെ കടവാലെ കോട്ടയം കെട്ടി. അതാണ് നമ്മളെ മൈൻഡ് റീഡിങ് അല്ലെ? മൈൻഡ് റീഡിങ്. നിങ്ങളൊക്കെ മനസ്സിൽ എന്താ ഇരിക്കുന്നത് നമുക്ക് നോക്കണം. ചേട്ടന്റെ മനസ്സിൽ അല്ലെ? ചേച്ചി ഒരു ചിരിയപ്പ നോക്കാം നമുക്ക് അല്ലെ? ചേട്ടനെ തന്നെ വിളിക്കണം കേട്ടോ. എടാ അക്ഷയ്. അപ്പൊ നെക്സ്റ്റ് പ്രോഗ്രാം നമ്മുടെ മെന്റലിസ്റ്റ് അക്ഷയാണ്. നിരവധി സോഷ്യൽ മീഡിയയിലും കൂടെ ഏറെ ശ്രദ്ധേയനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരു നല്ല കൈഡി കൊടുത്തത് നമുക്ക് സ്വാഗതം ചെയ്യാം. प्लीज वेलकम मिस्टर अक्षय किरबाऊ. ठीक है, अभी जो है मेंटेनेंस का प्रोग्राम होगा. आप लोग हिंदी वहाँ से के लिए हिंदी में बात कर लेता हूँ. जो आप लोग मन का अंदर क्या है वो अपना बोल रहे हैं. किसका बारे में सोच रहे हैं, किस कौन सा जगह के बारे में सोच रहे हैं, अपना बोल रहे थे. इसमें थोड़ा ध्यान रख लेना आप लोग, ठीक है? ഇവിടെ കാണുന്ന വൈറ്റ് കളറിലായിട്ട് കാണുന്ന ഷിപ്പുകൾ ലക്ഷദ്വീപിലോട്ട് പാസഞ്ചറുമായിട്ട് പോകുന്ന ഷിപ്പുകളാണ്. ബിഗ് ഷിപ്പ്. ദിസ് പാസഞ്ചർ ഷിപ്പ് കണക്റ്റഡ് ഫ്രം കൊച്ചി ടു ലക്ഷദ്വീപ്. ഓക്കെ, അതേപോലെ ഇവിടെ ഒരു പാലം കാണാം. ഇത് ബോൾഗാട്ടി എന്നൊരു ലൊക്കേഷനെയും അതേപോലെ വല്ലാർപാടത്തേക്ക് കണക്ട് ചെയ്യുന്ന ഗോശ്രീ പാലങ്ങൾ എന്ന് കേട്ട് കാണാം. ഗോശ്രീയുടെ രണ്ടാമത്തെ ഒരു സെഗ്മെന്റ് ആണ്. അവിടെ ഒരു വലിയൊരു ബിൽഡിംഗ് കാണാം. ഇത് ഗ്രാൻഡ് ഹയാത്ത് ഒരു 5-star ഹോട്ടൽ. ഇതിന്റെ സൈഡിലായിട്ടാണ് ബോൾഗാട്ടി പാലസ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഒരിക്കൽ കൂടി നല്ലൊരു കയ്യടി കൊടുത്തിട്ട് നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ മിസ്റ്റർ അക്ഷയ്. Good afternoon. മനസ്സിലായില്ലേ? ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, നല്ലൊരു ശതമാനം നിങ്ങൾ മലയാളികളാണെന്ന് വിശ്വസിക്കുന്നു. മലയാളികൾ എത്ര പേരുണ്ട്? ഓക്കെ, ആൻഡ് സർ വേർ ആർ യു ഫ്രം? പഞ്ചാബ്, ഡൽഹി. ഓക്കെ, സോ മൈ മെന്റലിസം. ചേച്ചി അറിയോ മെന്റലിസം എന്താണെന്ന് അറിയോ? മൈൻഡ് റീഡിംഗ് പോലുള്ള കാര്യങ്ങളാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഐ ഡോണ്ട് ഹാവ് ദോസ് കൈൻഡ്സ് ഓഫ് സൂപ്പർ നാച്ചുറൽ എബിലിറ്റീസ്. എനിക്ക് അങ്ങനെ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കഴിവുകളൊന്നുമില്ല. ബട്ട് ഐ വിൽ ഷോ യു ഇഫ് ദാറ്റ് കൈൻഡ്സ് ഓഫ് പവേഴ്സ് ആർ റിയൽ, ഹൗ വുഡ് ഇറ്റ് വിൽ ബി. അങ്ങനെയുള്ള പവറുകൾ ശരിക്കും ഉണ്ടായിരുന്നെങ്കിൽ അത് എങ്ങനെ ഇരുന്നതിനുള്ള ഒരു ഡെമോൺസ്ട്രേഷൻ ആണ് മെന്റലിസം എന്ന് പറയുന്നത്. റെഡി ആണെങ്കിൽ ഒന്ന് കൈ അടിക്കാം, നോക്കട്ടെ. ഓക്കെ, അപ്പൊ എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പെരിമെന്റ് ഐഡിയ ആരെങ്കിലും ഒരാൾ സ്റ്റേജിലേക്ക് വന്ന് ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ? പേടിക്കണ്ട, ഒരു ഐഡിയ കൊടുത്തേ. ഹലോ, എന്താ പേര്? ഇരുന്നോളൂ. എവിടെ നിന്ന് വരുന്നു? ഇരുന്ന് വരുന്ന, പേടിക്കണ്ട. ഓക്കെ, എന്താ ചെയ്യുന്നത്? സെക്കൻഡ് ഇയർ പഠിക്കുകയാണ്, ഡിഗ്രി. അങ്ങനെ ചെയ്യേണ്ടത് ഐ വാണ്ട് യു ടു തിങ്ക് ഓഫ് എ ഫ്രണ്ട് ഓഫ് യുവേഴ്സ്. എന്ന് വെച്ചാൽ ഒരു സുഹൃത്തിനെ ആലോചിക്കുക. ഇപ്പം കൂടെ പഠിക്കുന്ന ആരും വേണ്ട, നമുക്ക് സ്കൂൾ കാലഘട്ടത്തിലേക്ക് പോകാം. ഐ വാണ്ട് യു ടു തിങ്ക് ഓഫ് എ ഫ്രണ്ട് ഓഫ് യുവേഴ്സ്. ഒരു സുഹൃത്തിനെ ആലോചിക്കണം. ഓക്കെ, ഇദ്ദേഹത്തിന്റെ പേരിന്റെ ഫസ്റ്റ് നെയിം മാത്രം മതി. ഫോർ എക്സാമ്പിൾ അനുജ എന്നാണെങ്കിൽ ആ ഒരു പേര്, അങ്ങനെ ഫസ്റ്റ് നെയിം മാത്രം മതി. ഒരു പേര് മൈൻഡിലുണ്ടല്ലോ, യു ഹാവ് എ നെയിം, റൈറ്റ്? അത് ചെയ്യേണ്ടത് ഒരു ചെറിയ അസൈൻമെന്റ് ഉണ്ട്. പേടിക്കണ്ട, പെൻ പിടിച്ചോളൂ. അതേപോലെ പേര് സുഹൃത്ത്
ചേട്ടൻ്റെ പേര് ഈ ലൈനിലൊന്ന് എഴുതുക. എന്നെ കാണിക്കണ്ട, എഴുതി കഴിഞ്ഞതിന് ശേഷം ഇതാ ഇങ്ങനെ പിടിച്ചോളുക, കാണാൻ പറ്റാത്ത രീതിയിൽ. ഓക്കെ, എഴുതിക്കോളൂ. മീൻ വൈൽ ഹിയർ ഐ ഹാവ് സംതിങ്. അതൊരു പ്രിഡിക്ഷനാണ്, എന്താ ഭാവിയെ കുറിച്ചുള്ള ഒരു ചെറിയ കാര്യമാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വിശ്വസിക്കാൻ കൊള്ളുന്ന ആരെങ്കിലും ഒരാളുടെ കയ്യിലാണ് ഇത് ഏൽപ്പിക്കേണ്ടത്. Okay, we have someone from Delhi. Sorry, you hold this. Okay, you hold this. See, it is a prediction. We will see what this later on. നമുക്ക് പിന്നീട് നോക്കാം ഇതെന്താണ്. ഓക്കെ, അനുജ കഴിഞ്ഞോ? ഫേസ് ഡൗൺ ആണല്ലോ. ഓക്കെ, വെരി ഗുഡ്. ഇത് ക്യാപ്പ് ചെയ്തോളൂ. We don't need this. അതോടൊപ്പം I would like to give you one more thing. ഒരു കാര്യം കൂടി അനുജയ്ക്ക് എന്താണ്, ഒരു പക്ഷേ അനുജ കണ്ടിട്ടുണ്ടാവും. You can see this. കാണാമോ? See, this is what we call the third eye. Third eye എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്, അത്രേ ഉള്ളൂ. You hold this, പെൻ തന്നോളൂ. ഈ കണ്ണിലേക്ക് നോക്കുക. സി, ഞാൻ ബോധം കെടുത്താനൊന്നും പോകുന്നില്ല, അതുകൊണ്ട് പേടിക്കണ്ട. ഓക്കെ, ജസ്റ്റ് നോക്കുക, കൈ റിലാക്സ് ചെയ്തോളൂ. നോക്കുക, ടേക്ക് ഡീപ് ബ്രെത്ത് ഇൻ. കണ്ണടച്ചോളൂ, ക്ലോസ് യുവർ ഐസ്. ഇമാജിൻ ഈ സുഹൃത്താണല്ലോ, ഇദ്ദേഹം അനുജയുടെ മുമ്പിൽ നിൽക്കുന്നതായിട്ടൊന്ന് ഇമാജിൻ ചെയ്യുക. ഇമാജിൻ ദിസ് പേഴ്സൺ ഈസ് സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് യു. ഓക്കെ, അത് കണ്ണു തുറക്കാമോ? ആരുടെ കൂടെ വന്നിരിക്കുന്നത്? വെല്ലിമ്മയുടെ കൂടെയാണ്. അപ്പൊ ഇതൊരു ഫീമെയിൽ ഫ്രണ്ട് ആയിരിക്കുമല്ലോ. ഒറ്റയ്ക്കാ വന്നിരുന്നെങ്കിൽ ഏതെങ്കിലും ആൺകുട്ടീനെ ആലോചിക്കായിരുന്നു. ഫീമെയിൽ ഫ്രണ്ട് ആണല്ലോ, അതിന് വലിയ മൈൻഡ് റീഡിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല, വെറുതെ ഗസ് ചെയ്താൽ. ഓക്കെ, ഇറ്റ്സ് എ ഫീമെയിൽ ഫ്രണ്ട്, റൈറ്റ്? ഇദ്ദേഹത്തിന് ഐ വാണ്ട് യു ടു സ്ക്രീം ദിസ് പേഴ്സൺസ് നെയിം ഇൻ യുവർ മൈൻഡ്. മൈൻഡിൽ ഉറക്കെ വിളിക്കുക, മൈൻഡിൽ, നോട്ട് ഔട്ട് ലൗഡ്, ഉറക്കെ. ഓക്കെ, ഇതിന്റെ പേരിൽ എവിടെയെങ്കിലും ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടോ? ഉണ്ട്. നമ്മൾ പേര് എഴുതാം. Let me write down something. Okay? നേരെ വെക്കാം. Okay, അനുജ, റൈറ്റ്? ഒന്ന് പറയാമോ ആരെയാണ് ആലോചിക്കുന്നതെന്ന്? വിനീഷ. ഒരു കാര്യം, വലിയ കാര്യം. താങ്ക് യു. ഹലോ, പോയിരുന്നോളൂ. ഹലോ, സ്ഥലം എവിടെ? എവിടെ വരുന്ന പേര് അറിയൂ? നിലമ്പൂരാണ്. ഓക്കെ, നിങ്ങളെല്ലാം നിലമ്പൂരാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്റെ പരിപാടിയാണ് ഇത്രയും ദൂരം വന്നേക്കുക. ഓക്കെ, സി, ക്രിസ്മസ് കരോൾ എന്ന് പറയുന്ന ഇറ്റ്സ് വേൾഡ് ഫേമസ് കിഡ്സ് നോവൽ, കുട്ടികളുടെ ഒരു നോവലാണ്. ചെക്ക് ചെയ്തോളൂ, ചുമ്മാ ഒന്ന് ഓടിച്ച് നോക്കിക്കോളൂ. മീൻ വൈ എൻ്റെ കയ്യിലൊരു സെറ്റ് കാർഡ്സ് ഉണ്ട്. ഐ ഹാവ് എ സെറ്റ് ഓഫ് കാർഡ്സ്. ദീസ് ആർ നോട്ട് പ്ലേയിങ് കാർഡ്സ്. ഇത് ആക്ച്വലി സാർ ഒന്ന് വെരിഫൈ ചെയ്യാം. അവരിട്ടുണ്ടാവും, ഞങ്ങൾക്ക് ഒരുപാട് റാൻഡം ആയിട്ടുള്ള ഇംഗ്ലീഷ് വേർഡ്സ് അവരിട്ടുണ്ടാവും. ഒരുപാട് ഇംഗ്ലീഷ് വേർഡ്സ് ഇവിടെ എഴുതി കാണാം, എല്ലാം ഡിഫറെൻ്റ് ആവും. ഐ വാണ്ട് ടു പിക്ക് വൺ. ഇതിൽ ഒരു വേർഡ്സ് ആറ് എടുക്കണം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഒന്ന് വിരൽ ഓടിച്ചു എവിടെയെങ്കിലും സ്റ്റോപ്പ് പറയും. ഓക്കെ, ഇവിടെ മതിയോ? ഹാപ്പിയാണോ? എടുത്തോളൂ. എന്നെ കാണിക്കണ്ട. ഓക്കെ, ആരോ സാർ പിടിച്ചോളൂ, നോക്കണ്ട. പക്ഷെ അത് നമ്മുടെ സീക്രട്ട് വേർഡാണ്. കയ്യിൽ വെച്ചോളൂ. ഓക്കെ, എന്താണെന്ന് അറിയാമോ? അത് അറിയാവുന്ന എന്തെങ്കിലും? ഓക്കെ, അത് ഒളിപ്പിച്ച് വെച്ചോളൂ, ആരും കാണിക്കണം. ഓക്കെ, പോക്കറ്റിൽ വെച്ചോളൂ. ഓക്കെ, നമ്മുടെ സീക്രട്ട് വേർഡ് അത് നമുക്ക് എന്താണെന്ന് പിന്നീട് നോക്കാം. കഴിഞ്ഞോ? ഓക്കെ, ചെയ്യേണ്ടതാണ്. ഞാൻ ഇങ്ങനെ ഒന്ന് പേരിൽ ഓടിച്ചു. പിന്നെ എവിടെയെങ്കിലും ഒന്ന് സ്റ്റോപ്പ് പറയാം. സ്റ്റോപ്പ് ആയതിനു ശേഷം പേജ് തുടങ്ങുന്ന ഫസ്റ്റ് വേർഡ് ഉണ്ടല്ലോ, അതൊന്ന് ഓർത്ത് വയ്ക്കും. ഓക്കെ, ഹാപ്പിയാണ്. ഇപ്പം ഒരു വേർഡ് കാണാം, അടച്ചോട്ടെ. ഇമാജിൻ ചേട്ടൻ ഇപ്പം ഇരിക്കുന്നത് ചേട്ടൻ പഴയ സ്കൂളിലാണ്, ക്ലാസ് റൂമിലാണ്. ഓക്കെ, ഇംഗ്ലീഷ് ക്ലാസ് ആണ് ഇത് നടക്കുന്നത്. ടീച്ചർ ക്ലാസ്സിലുണ്ട്, സ്റ്റുഡൻറ് ചേട്ടൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ടീച്ചർ ഈ വേർഡ് എന്ത് തന്നെ ആയാലും ഈ വേർഡ് വാട്ട് എവർ ദ വേർഡ് ഈസ് ഈ ബോർഡിൽ എഴുതാൻ പോകണം. ഷീ ഈസ് ഗോയിങ് ടു റൈറ്റ് ദ വേർഡ് ഓൺ ദാറ്റ്. ആ ബോർഡിൽ എഴുതുന്നതായിട്ടൊന്ന് ഇമാജിൻ ചെയ്യാം. ഓക്കെ, കണ്ടോ? ഈ വേർഡില് എത്ര ലെറ്റർ ഉണ്ടെന്ന് ഒന്ന് മൈൻഡിൽ കൗണ്ട് ചെയ്യാമോ? 5 ലെറ്റർ.
ഒരുപാട് ഉപകാരമുണ്ട്. Okay, but next നിങ്ങളുടെ കൂട്ടത്തില് I need someone who can take strong decisions. നല്ല ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്ന ആരെങ്കിലും ഒരാൾ വരാം. ആരെങ്കിലും ഒരാള് മേ ബി സാറിന് ഹെൽപ്പ് ചെയ്യാമോ? ഒന്ന് ഒരു കൈ കൊടുത്തു ഗെയിം. ഹലോ, സുരേഷ് തുടങ്ങി. എങ്ങനെയാ സ്ട്രോങ് ആയിട്ട് നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കാൻ? ഇല്ല, എങ്ങനെയുണ്ട്? ആണ്. ഓക്കെ, സാർ എങ്ങനെ ലൈഫിൽ ഹാപ്പി ആണോ അതോ മാരീഡ് ആണോ? ഓക്കെ, പേടിക്കണ്ട, എന്റെ കയ്യിലൊരു എൻവലപ്പ് ഉണ്ട്. ഹിയർ ഐ ഹാവ് ആൻ എൻവലപ്പ്. ഓക്കെ, ഇത് പിടിച്ചോളൂ. ആദ്യമേ പറയാം, ഐ നീഡ് എ 2-digit നമ്പർ. എനിക്കൊരു 2-digit നമ്പർ വേണം, 2 അക്ക സംഖ്യ വേണം. ഓക്കെ, എല്ലാവരും ഒരു സിംഗിൾ ഡിജിറ്റ് നമ്പർ, ഒരൊറ്റ സംഖ്യ ആലോചിക്കാം. എല്ലാവരും മനസ്സിലൊരു സംഖ്യ ആലോചിക്കാം. ആലോചിച്ചോ? സാറിന് എഴുന്നേറ്റിക്കും. ഒരു ജസ്റ്റ് ഒരു മൊമെന്റ്. ഈ സൈഡിൽ നിന്ന് അറിയില്ലാത്ത ആരെങ്കിലും ഒരാളെ ചൂസ് ചെയ്യാം. ഓക്കെ, ഈ സൈഡിൽ നിന്ന് വേണം. ഓക്കെ, ഇരുന്നോളൂ ചേച്ചി. ഓക്കെ ഓക്കെ, ഒരു സംഖ്യ. ഐ വോണ്ട് യു ടു തിങ്ക് ഓഫ് എ നമ്പർ. ഒരു നമ്പർ മൈൻഡിലാലോചിക്കാം. അതെ, ഒരു സിംഗിൾ ഡിജിറ്റ് നമ്പർ മൈൻഡിലാലോചിക്കാം. ചേച്ചി ഒരാലോചിക്കാം, ഒരു നമ്പർ ആലോചിക്കണം. ഇപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡ് ചേഞ്ച് ചെയ്യാം. ഏഴാണോ ആലോചിക്കുന്നത് ആരെങ്കിലും? അല്ലല്ലോ, ഏഴാണോ ആലോചിക്കുന്നത്? അല്ല, ചേച്ചിയോടെ അല്ലല്ലോ. ഏഴല്ലാത്തൊരു സംഖ്യ ആലോചിക്കാം. അറിയോ? ആണല്ലോ. മൈൻഡ് ചേഞ്ച് ചെയ്യണം തോന്നുന്നുണ്ടോ? ഇപ്പൊ വേണമെങ്കിൽ ഇഫ് യു വാണ്ട് യു ക്യാൻ ചേഞ്ച് യുവർ മൈൻഡ്. ഇല്ല, കുറച്ച തീരുമാനം. ഓക്കെ, ഫോർ ദ ഫസ്റ്റ് ടൈം ഒന്ന് പറയാമോ ചേച്ചിയുടെ നമ്പർ എത്രയാണെന്ന് പറയാം? സംഖ്യ എത്ര? 5, 9, 9 and 5. ഞാൻ ചുമ്മാ ഓടിച്ചു നോക്കിയത് ഉണ്ടോ? ഇല്ല, ലിസ്റ്റ് ഡിഫറെന്റ് ആണല്ലോ. ഓക്കെ, എന്റെ ഫോണില് ഒരു 95 ദിവസം പ്രായമുള്ളപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ 95 മാസം പ്രായമുള്ളപ്പോൾ എടുത്തൊരു ചിത്രമാണ്. അല്ല, 95 ദിവസം. സച്ചിൻ ടെണ്ടുൽക്കർ when he was 3 months old. അടിക്കാത്ത ഇല്ല, സച്ചിൻ സത്യം പറയാൻ സച്ചിന്റെ ഫോട്ടോ തന്നെയാണോ? ഫോട്ടോ അപ്പൊ നമ്മള് മാത്സ് ഇഷ്ടമാണോ? മാത്സ്, കണക്ക്, മാത്തമാറ്റിക്സ് സ്കൂളിൽ അച്ഛനും അമ്മയും വന്നിട്ടുണ്ടോ? ചെവി പറഞ്ഞാൽ ഇഷ്ടമാണല്ലോ. മാത്സ് ഇഷ്ടമാണോ അല്ലയോ? ചെവി പറഞ്ഞാൽ അവരിരിക്കുന്നോണ്ട് പേടിക്കൊന്നും വേണ്ട. ഇഷ്ടമാണോ അല്ലയോ? ആണ്. എനിക്കിഷ്ടമല്ല, തുറന്നു പറയാം. കാരണം എന്റെ അച്ഛനമ്മ ഒന്നും ഇവിടെ ഇല്ല. നമ്മള് ഒരു നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകണം. നിങ്ങളെല്ലാവരും ചേർന്ന് നിങ്ങളെല്ലാവരും ഹെൽപ്പ് ചെയ്യണം. നിങ്ങളെല്ലാവരും ഹെൽപ്പ് ചെയ്ത് നമ്മളൊരു നമ്പർ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കും. കാൽക്കുലേറ്റർ ഉപയോഗിക്കാം, പേടിക്കണം കേട്ടോ. നമ്മളെ പിടിച്ചോ. ഓക്കെ, എല്ലാവരും ഒരു 2-digit നമ്പർ മൈൻഡിൽ ആലോചിക്കാം. ഒരു 2 അക്ക സംഖ്യ മനസ്സിൽ ആലോചിക്കാം. എല്ലാവരും മണം എഴുന്നേറ്റേക്കോ. അത് അറിയില്ലാത്ത, ഇവരൊക്കെ അറിയാവോ? അറിയില്ലാത്ത ഏതെങ്കിലും ഒരു 3 പേര് ചൂണ്ടിക്കാണിക്കാവോ? പേടിക്കണ്ട, പെട്ടെന്ന്. അറിയില്ലാത്തവരെ വിളിച്ചോ. ഒന്ന് ബാക്കോട്ട് പോകണം. ആയിരിക്കുന്ന ആ ചേട്ടന്മാരെല്ലാവരും വേണോ? ആ 3 പേരുണ്ട്, അവരാരെങ്കിലും വേണോ? പറഞ്ഞോ. ബ്ലാക്ക് ഷർട്ട് ഉണ്ട്, ബ്ലാക്ക് ഷർട്ട്. ഓക്കെ, ഈ സൈഡിൽ നിന്ന് ആരെങ്കിലും ഒരാൾ കൂടി. ഈ 3 ചേച്ചിമാരിൽ ആരെങ്കിലും ഒരാൾ വേണോ? ഇവർ 3 25 68 നമുക്ക് സംഖ്യ അടിച്ചോ. ചുമ്മാ തോന്നുന്നു, ഒരു സംഖ്യ അടിച്ചോ. ആലോചിക്കൊന്നും വേണ്ട, ചുമ്മാ അടിച്ചോ. 1, 2, 3, 3 അക്ക സംഖ്യ ചുമ്മാ കുത്തിക്കോ. ഏതെങ്കിലും 3 സംഖ്യ 1 ആണല്ലോ. ഓക്കെ, നിങ്ങൾക്ക് കാണാമോ? ഈ സംഖ്യ കാണാമോ? 7, 1, 7, 4, 2, 0 എന്നല്ലേ? ഇതൊന്ന് പിടിക്കാവോ? ഇങ്ങനെ പിടിച്ചോ. നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാല് ഈ സംഖ്യയിലേക്ക് ഇന്ന് നമ്മളെ എത്തിച്ചത് ഇവർ 4 പേരും ചേർന്നാണ്. 4 of you
നിങ്ങൾ 4 പേരുമാണ് ഈ നമ്പർ നമ്മൾ എത്തിച്ചത്. നമ്പറുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്പേഴ്സ് ആർ ഈസിയർ ടു ഇൻഫ്ലുവൻസ് ആൻഡ് പ്രിഡിക്റ്റ്. ഇൻഫ്ലുവൻസ് ചെയ്യാനും പ്രിഡിക്റ്റ് ചെയ്യാനും എളുപ്പമാണ്. ഞാനത് പറയാൻ കാരണം ബിഫോർ ദ ഷോ ബിഗിൻസ് ഐ ഹാഡ് ടു ഡു സംതിങ് റൈറ്റ്. Yeah, that's a prediction. I told you it's a prediction. ഇതൊരു പ്രഡിക്ഷൻ ആയിരുന്നു. നമുക്ക് നോക്കാം ഈ സംഖ്യ ഏതാണെന്ന്. ഇതൊന്നും തുറന്നു നോക്കാം നമുക്ക് ആദ്യം. ഓക്കെ, എല്ലാവരും ഈ ആദ്യത്തെ സംഖ്യ എത്രയാണെന്ന് വായിക്കാം. ആദ്യത്തെ സംഖ്യ എത്രയാ? ഓക്കെ, 7 1 7 4 2 0 1. അല്ലേ? See one more thing. See, നമ്മുടെ ലൈഫിൽ whatever happens in our life happens for a reason. നമ്മുടെ ലൈഫിൽ എന്ത് നടന്നാലും അതിന്റെ പിന്നിൽ ഒരു കാരണം ഉണ്ടാവും, ഇല്ലേ? ചെറുതും വലുതുമായിട്ട് എന്ത് നടന്നാലും whatever happens it happens for a reason. ഇന്ന് നിങ്ങളെല്ലാവരും ചേർന്ന് ഈ നമ്പർ ക്രിയേറ്റ് ചെയ്യണമെന്നായിരുന്നു നിങ്ങളുടെ ഫെയ്ത്ത്. ദാറ്റ് വാസ് യുവർ ഫെയ്ത്ത്. സാർ ഒരു വേർഡ് ആലോചിക്കുന്നു. ആ വേർഡ് ഏതാണെന്ന് നോക്കൂ. പെൻസിൽ അല്ലേ? കേട്ടില്ലേ നിങ്ങൾ? പെൻസിൽ. സി, ഇത് നമ്പർ മാത്രമല്ല. ഇഫ് യു ടേൺ ഇറ്റ് അപ്സൈഡ് ഡൗൺ, എന്താണ് ഇത്? പെൻസിൽ. മാച്ച് കറക്റ്റ് അല്ലേ? ഒരു കാര്യം കൊടുത്ത 2 പേർക്ക് പെൻസിൽ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇല്ലേ? പറയും. താങ്ക് യു സോ മച്ച്. എൻ്റെ പേര് അക്ഷയ് പെരുമ്പാവൂർ. നല്ലൊരു കൈയടി എല്ലാവരും ചേർന്ന്. അപ്പോൾ ऐसा लगा, ठीक है? ये LNG टर्मिनल है, ठीक है? LNG लिक्विफाइड नेचुरल गैस मतलब भरा हुआ है. इसका कैपेसिटी 1,55 किलो लीटर है इसका. बाहर कंट्री से जाया जाता है, तरह का फिर आदर करेगा, ज़्यादा से ज़्यादा खतर से आ जाता है, फिर इधर का फिल करके फिर इंडस्ट्रियल पर्पस के लिए इधर से गैस भेज देता है, ठीक है? പുതുവൈ ലൊക്കേഷനിലായിട്ടാണ് ഈ LNG ടെർമിനൽ സ്ഥിതി ചെയ്യുന്നത്. 1,55,000 കിലോ ലിറ്ററാണ് ഇതിന്റെ കപ്പാസിറ്റി. ജപ്പാൻ നിർമ്മിതമായ റോക്കറ്റ് പ്രൂഫ്ഡ് ആയിട്ടുള്ള 2 വലിയ ടാങ്കുകളാണ്. പുതുവൈപ്പ് ഇത് വൈപ്പിൻ ഐലൻഡ് ആണ്. ദിസ് വൈപ്പിൻ ഐലൻഡ്. ദിസ് ഐലൻഡ് ഹാവ് എ സ്പെഷ്യാലിറ്റി. longest island in Asia and density of population 4 lakh लोग इसके अंदर. and many beaches situated inside of this island. ചെറായി ബീച്ച് बारे में आप लोग सुना होगा. ചെറായി ബീച്ച് ഓൾസോ സിറ്റുവേറ്റഡ് ഇൻ ദിസ് ഐലൻഡ്. സിനിമയുടെ ശങ്കരാടിയുടെ ഗ്രാമം ഒക്കെ ഈ ലൊക്കേഷനിലാണ്, ഈ ദ്വീപിനകത്താണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ആരെങ്കിലും ഡോൾഫിനെ കണ്ടോ യാത്രയിൽ? ഇല്ല. कोई आदमी डॉल्फिन देखा? नहीं देखा, ठीक है? कभी कभी आया तो मैं बोला ബ്ലൂ നിറത്തിലൊരു ബോക്സ് കാണാം, അതിനകത്ത് വെക്കുക. വേണ്ട ആവശ്യമില്ല. അതിന്റെ ഒരു ഫീല് മനസ്സിലാവും. ഇത്രയും സമയം നമ്മള് കായലിലൂടെ ആയിരുന്നു കറങ്ങിയിരുന്നത്. कैसा लग रहा है? अभी हम लोग अरेबियन सी के अंदर घुस गया है. पगले नदी के अंदर से जा रहा था, पता नहीं चला. ये सफर का खासियत ये है कि जब इसके अंदर घुस जाएगा तब पता चलता है. इसलिए एंजॉय करो. ये बार बार ये मौका नहीं मिलता है, ठीक है? इसलिए एंजॉय दिस मोमेंट एंड सिट प्रॉपरली. ബാക്കി ജിത്ര ബൈറ്റ് ജാവോ. എല്ലാവരും കൂടി കൂടി പോകണമെന്നില്ല. ഒരു സൈഡിലൂടെ ഭക്ഷണം എടുത്ത് വന്ന് ഇരുന്നതിന് ശേഷം നെക്സ്റ്റ് ടീം പോവുക. ബാക്കി എല്ലാവരും ഇവിടെ തന്നെ ഇരിക്കുക. മൊബൈൽ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ദാനം ചെയ്തു പോകരുത്. അറബിക്കടലില് ഓണെങ്കിൽ വിട്ട് കളയുക. തൊട്ട് പുറകെടുത്ത് ചാടിക്കളത്. ചേട്ടൻ എന്റെ മൊബൈലിൽ പോയി ഞാൻ എടുത്തിട്ട് നടക്കത്തില്ല. എല്ലാവരും ഒന്ന് പ്രോപ്പറായിട്ട് ഇരുന്ന്
చూడుడా దేవుడా దేవుడా మన దేవుడా చూడుడా చూడుడా ఎక్క పక్క చూడుడా எல்லாரே வைரங்கள் இவங்க பட்டம் விட்டச்சா அபி இவங்க பட்டம் விட்டச்சா நதியெல்லாம் சரசேதாயே சொர்க்கமாயும் இந்த மண்ணிலே దేవుడా దేవుడా మన దేవుడా చూడుడా చూడుడా ఎక్క పక్క చూడుడా നല്ലൊരു കൈയടി എല്ലാവരും ചേർന്ന് അദ്ദേഹത്തിന്. മല്ലികാബാന്തന്റെ വീഴുത്തു മന്ദാരമല കൊണ്ടു ശരം തൊടുത്തു മാറിയോ എന്റെ മനസ്സിലോ മധുരം മധുരമൊരു വേദന മതകരമാമൊരു വേദന മല്ലികാബാന്തന്റെ വീഴുത്തു ഹൃദയ സഖിയിനി ജീവിതമൊരുക്കും മധുവിദുരചിതന്മാർക്ക് കൽപ്പന ലക്ഷങ്ങൾ പൂമാരി ചൊരിയും യാഗാനുകൂലിതം വസന്തോത്സവം പ്രേമഗാനം തുടങ്ങുന്ന കാവ്യോത്സവം മന്ദാരമല കൊണ്ട് ശരം തൊടുത്തു എന്റെ മനസ്സിലോ മധുരം മധുരം ചടങ്ങാണ്. ഫസ്റ്റ് ഓഫ് ഓൾ അതിൽ ബ്രോൺസ് മെഡൽ അച്ചീവേഴ്സിനെയാണ് ആദരിക്കുന്നത്. നമ്മൾ നടത്തിയ ട്രെയിനിങ്ങിൽ പങ്കെടുത്ത ആളുകൾക്ക് ഒരു ടാസ്ക് കൊടുക്കുകയും സരോജിനി മേഡം മലപ്പുറം, ഉണ്ണികൃഷ്ണൻ സാർ മലപ്പുറം, മോഹൻദാസ് സാർ വിളിക്കാം, ലിൻസി പാലക്കാട്, ലിൻസി മേഡം പാലക്കാട്,
ഇതാണ് നല്ല ക്ലാപ്പ്. പത്രോസ് പാലക്കാട്, പത്രോസ് സാർ പാലക്കാട് ഇതിനെപ്പറ്റി പറയാൻ വേണ്ടി കൈവശമായിട്ട് സാധിക്കുന്നു. തല ഉയർത്തി നിൽക്കാം. TMC-യോടൊപ്പം. TMC വെറും ഒരു പ്രവർത്തനമല്ല, വലിയൊരു പ്രവർത്തനമാണ്. ഇനി നമുക്ക് കാരണങ്ങളില്ല, കാര്യങ്ങൾ മാത്രം. വിജയം മുന്നിലുണ്ട്, കൂടെയുണ്ട്, കൈവിടാതെ. ജയ് കോരെ, ജയ് കോരെ. സിൽവർ മെഡൽ MC ആയിട്ടുള്ള അനിത മാഡം സിൽവർ മെഡൽ ജേതാവാണ്. അനിത മാഡത്തിന് നല്ലൊരു ക്ലാപ്പ് കൊടുക്കണ്ടേ? കാരണങ്ങളില്ല, കാര്യങ്ങൾ മാത്രം. വിജയം മുന്നിലുണ്ട്, കൂടെ ഉണ്ടാവും, കൈവിടാതെ. ജയ് കോരെ, ജയ് നേരിട്ട് നിൽക്കാം, തല ഉയർത്തി നിൽക്കാൻ TMC-യോടൊപ്പം. TMC വെറുമൊരു പ്രഹസനമല്ല, TMC മാത്രം. വിജയം മുന്നിലുണ്ട്, കൂടെയുണ്ട്, കൈവിടാതെ. ജയ് ഓറിയൻ, ജയ് ഓറിയൻ. നെക്സ്റ്റ് ജനറേഷൻ്റെ ഫിനാൻഷ്യൽ ഫ്രീഡം, ഇതൊക്കെയാണ് അതിന്റെ ആൻസർ ഉണ്ടായിരുന്നത്. അതിന്റെ ബ്രോൺസ് മെഡൽ വിന്നേഴ്സിനെ സ്വാഗതം ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ലിൻസി മാഡം പാലക്കാട്. പത്രോസ് സാർ പാലക്കാട്, പത്രോസ് സാർ പാലക്കാട്, പാലക്കാട്